Hi, hello dear friends, welcome back to my channel. This is Lakshmi Krishna and you're watching നാടൻ അടുക്കള. നാടൻ അടുക്കളയിൽ എന്നത്തെയും പോലെ തന്നെ സിമ്പിൾ, ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡിഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കറി, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഇത്. അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടുപോയിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ നാടൻ ഉരുളക്കിഴങ്ങ് കറി തയ്യാറാക്കാനായിട്ട് ഒരരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അരപ്പിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരമുറി തേങ്ങ തിരികെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. തേങ്ങ വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തീയലൊക്കെ തയ്യാറാക്കുന്ന പോലെ നന്നായിട്ട് ബ്രൗൺ കളറാകുന്നവരെയൊന്നും വറുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് തേങ്ങേൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ മാത്രം വറുത്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ തേങ്ങേൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മസാലകളൂടെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 സ്പൂൺ പെരുംജീരകം, 1 കഷ്ണം പട്ട, ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3 ഏലക്കായ, അതുപോലെ തന്നെ ഒരു 4 ഗ്രാമ്പൂ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ തേങ്ങയോടൊപ്പം ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ കൈയടക്കാണ്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ബ്രൗൺ കളറാവണ്ട, തേങ്ങേൻ്റെ കളറ് മാറാൻ തുടങ്ങുന്നത് വരെ മാത്രം മതി. ഇത് നോക്കി ഇപ്പം നമ്മുടെ തേങ്ങേൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് വെക്കാം. ഇത് കണ്ടില്ലേ, അപ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ കറിയിലേക്ക് ആവശ്യമുള്ള പൊടികളൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് പൊടികളുടെ പച്ചമണോടെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്, അതും 1 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറാനായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പൊടികളുടെ പച്ചമണം പെട്ടെന്ന് മാറി കിട്ടും, കാരണം പൊടികളാണല്ലോ. ഈ ചട്ടി നല്ല ചൂടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റ് നമ്മളൊന്ന് കൈയിളക്കാണ്ട് ഇളക്കി കൊടുത്താൽ പൊടികളുടെ പച്ചമണവും മാറിക്കിട്ടും കേട്ടോ. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ പൊടികളൊന്ന്, ഈ തേങ്ങ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി അതേ ചട്ടിയിൽ തന്നെ ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്. ഈ എണ്ണയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഈ കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരണം കേട്ടോ. കടുക് പൊട്ടി വന്നതിന് ശേഷം മാത്രമേ ബാക്കി ചേരുവകൾ ചേർക്കാൻ പാടുള്ളൂ. ഇത് നോക്കി കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 2 മീഡിയം സൈസ് സവാള എടുത്തിട്ട് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നീളം കഷ്ണങ്ങളായിട്ടല്ല കേട്ടോ അരിയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ മഞ്ചൂരിയനൊക്കെ ചേർക്കുന്ന പോലെയുള്ള സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കറിക്ക് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ 1 പച്ചമുളക് ചെറുതായിട്ട് ഇതുപോലെ കീറിയിട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. 1-2 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഈ ഉള്ളീൻ്റെയും ഫ്ലോറക്സ് ഒക്കെ ഇങ്ങനെ ഇളകി വരും കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉള്ളി വാടി കിട്ടിയാൽ മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് 1 മീഡിയം സൈസ് തക്കാളിയും ഇതുപോലെ തന്നെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 കഷ്ണം വെളുത്തുള്ളിയും എടുത്ത് ചതച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം ഒന്ന് മാറാനായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ നല്ല വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്ത് ചേർക്കുക. അപ്പോൾ കഷ്ണങ്ങളുടെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം കേട്ടോ. ഞങ്ങൾ ഈ രീതിയിലാണ് തയ്യാറാക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ഈ കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. കഷ്ണങ്ങളിലേക്കുള്ള മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം.
അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് കുക്കായി വരാനായിട്ട് ഞാനിത് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റുന്ന സമയത്ത് തന്നെ അടുത്തുള്ള സ്റ്റൗവിൽ ഒരു പാത്രത്തിൽ അല്പം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് തിളച്ച് കിട്ടും കേട്ടോ. അപ്പം നമ്മളിത് വഴറ്റുന്ന സമയത്ത് അടുത്ത പാത്രത്തിൽ ഒരൽപ്പം ചൂടുവെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിരുന്നാൽ നമ്മൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി കഴിയുമ്പോഴേക്കും വെള്ളം ചൂടായി കിട്ടും. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിളവന്നതിന് ശേഷം അല്പം നേരത്തേക്ക് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഏതാണ്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മാത്രമേ നമ്മൾ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടുല്ലോ, നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു കഷ്ണം ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിനെ ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് കട്ട് ചെയ്യാൻ നോക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ അത് മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ കഷ്ണങ്ങൾ വെന്തു എന്നാണ് അർത്ഥം കേട്ടോ. ഇത് നോക്കി ഇതുപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊട്ടി വരികയാണെങ്കിൽ കഷ്ണങ്ങൾ വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് മഷി പോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. ഒട്ടും തരിയില്ലാണ്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. അരപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ അരപ്പോട് ചേർത്തപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഈ മസാലക്കറീൻ്റെയൊക്കെ ഒരു മണം. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സി ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊരു തിള വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഒരല്പം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. ഈ കറി അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. അതാണ് ഈ കറീൻ്റെ ഒരു പാകം. ഇത് നന്നായിട്ടൊരു തിള വന്നതിന് ശേഷം ഒന്നും കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഏതാണ്ട് ഒരു 10 മിനിറ്റോളം എടുക്കും കേട്ടോ അത് കറി നന്നായിട്ട് റെഡിയായി വരാനായിട്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ ഒരിക്കൽ തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ നോക്കി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് പാകം. ഈ രീതിയിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴേക്കും കറി റെഡിയായി എന്ന് മനസ്സിലാവും കേട്ടോ. നല്ലൊരു മണം വരുന്നുണ്ട്. കറി തുറക്കുമ്പോഴേക്കും നല്ലൊരു നാടൻ കറീൻ്റെ മണം. ഇനി ഇതിനെ ഒന്നും കൂടെ ഒന്ന് നല്ല ഫ്ലേവർഫുൾ ആക്കാനായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില പുതിനയില ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പുതിനയിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ നാടൻ കറികൾക്ക് ഒരു നാടൻ സ്വാദ് നൽകുന്ന ഒരു പാവം മസാലയുണ്ട് അല്ലേ, അതാണ് നമ്മുടെ കറിവേപ്പില. കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ആ നാടൻ ഒരു മണം വരികയും ചെയ്യും. ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇതുപോലെ കറി തയ്യാറി കഴിഞ്ഞതിന് ശേഷം അവസാനം എളുപ്പം ചേർത്ത് കൊടുത്തോളൂ. നല്ലൊരു മണം കിട്ടും കറിയിൽ. മണം മാത്രമല്ല, കറിവേപ്പില ചേർക്കുന്ന ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഇനി നമ്മുടെ കറീൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട്, ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം പഞ്ചസാര ഒരു 1/4 ടീസ്പൂൺ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർക്കാറില്ലേ, ഇതിന് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട്? അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മസാലക്കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എടുത്ത് കൊടുക്കാനായിട്ട് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ കറി വേറെ ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ദോശ, ഇഡ്ഡലി, ആപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൂരി, പൊറോട്ട അങ്ങനെ എന്തിനു വേണ്ടി കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള സിമ്പിൾ, ടേസ്റ്റി ആൻഡ് ഈസി ഡിഷസുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് LK's നാടൻ അടുക്കള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.